Hey guys, I'm Pavitra. I'm a 16-year-old girl, just completed my SSLC 2025-26 and scored full A plus. So today's video is all about how to get full A plus in SSLC new textbook edition. ആദ്യം തന്നെ നേരത്തെ SSLCയിൽ നിന്നും ഇപ്പോഴത്തെ ബാച്ചിന് ഫുൾ എ പ്ലസ് സ്കോർ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട് ആൻഡ് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നതിനെ പറ്റി ഞാൻ പറയാം. നേരത്തെ ഒരു എക്സാം പാറ്റേൺ പോലല്ല, പുത്തൻ എക്സാം പാറ്റേൺ, അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാടായിരുന്നു. സോ കുറേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് തന്നെ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എക്സാം പാറ്റേണിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നൊന്നും പറയാനില്ല. അവർക്ക് തോന്നിയ രീതിയിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ഇടുന്നത്. സോ നമ്മൾ ആ ഇന്ത്യ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കേണ്ട ഒരവസ്ഥയാണ് 25-26 മുതലുള്ള SSLCയിൽ വന്ന മാറ്റം. ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡാണ്. നേരത്തേൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ ലോജിക്കൽ തിങ്കിങ്ങും നമ്മൾ നന്നായിട്ട് തിങ്ക് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ വാസ്റ്റാണ്. സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചു പോയില്ലെങ്കിൽ ഒട്ടും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത പോലെ അത്രയും വാസ്റ്റാണ്. ആൻഡ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന ഒരു സബ്ജക്റ്റിലും അങ്ങനെ വലുതായിട്ട് പറയാനില്ല. നേരത്തെ കഴിഞ്ഞ ഞങ്ങൾക്ക് തൊട്ട് മുൻപുള്ള ബാച്ച് വരെ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 1 മന്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഫുൾ എ പ്ലസ് കിട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബാച്ച് തൊട്ടിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ആദ്യം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആദ്യം തൊട്ട് തന്നെ ട്യൂഷന് പോകണം, ഓഫ്ലൈൻ ട്യൂഷന് പോകണം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കും, കുഴപ്പമില്ലാതെ പഠിപ്പിക്കുമെന്നുണ്ടെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ കുറച്ച് സബ്ജക്റ്റിന് പ്രൈവറ്റ് ട്യൂഷൻ്റെ അല്ലാതെ നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റിന് ഒരു പ്രൈവറ്റ് ട്യൂഷൻ എടുക്കണമെന്നല്ലാതെ എല്ലാ സബ്ജക്റ്റിനും ട്യൂഷന് പോകാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. SSLC എന്നൊക്കെ പറയുന്നത് കുറച്ച് തന്നെത്താനെ പഠിക്കാൻ പറ്റും, തന്നെത്താനെ കഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ തന്നെത്താനെ പഠിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെക്കേഷൻ തൊട്ട് ഒരു ഓൺ എക്സാം വരെയൊക്കെ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നുണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനുമായിട്ട്. സോ അന്നേരം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ടൈമാണ്. രാവിലെ 7 മണിക്ക് ക്ലാസ്സസ് തുടങ്ങും ആൻഡ് സ്കൂളിലത്തെ എക്സ്ട്രാ ക്ലാസ്സസ്, ഈവനിങ് എക്സ്ട്രാ ക്ലാസ്സസ്, പിന്നെ ചിലപ്പോൾ ഞാനൊരു മാത്സിനും കൂടെ പ്രൈവറ്റ് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. സോ മാത്സിൻ്റെ ട്യൂഷൻ കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 6-6:30 ഒക്കെ എന്തോ ആയാലും. അത് കഴിഞ്ഞിരുന്ന് പഠിക്കാനുള്ള ക്ഷീണം, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ലേസിനെസ് ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂഷൻ നിർത്തിയത്. ആക്ച്വലി ദാറ്റ് ഡിസിഷൻ ഹെൽപ്പ് മീ എ ലോട്ട്. പിന്നെ ഞാൻ കൂടുതലും റെഫർ ചെയ്തുകൊണ്ടിരുന്നത് എക്സാമിനറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. ഞാനങ്ങനെ എപ്പോഴും ക്ലാസ്സസ് ഒന്നും കുത്തിയിരുന്ന് കാണുന്ന ഒരാളല്ല. സോ അതുകൊണ്ട് തന്നെ നേരത്തെ തൊട്ട് ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് കാണുന്നുണ്ട്. ഞാൻ ആക്ച്വലി കാണുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് ബയോളജി, പിന്നെ ചിലപ്പം ഈ റിവിഷനൊക്കെ പോയിട്ടിടുന്ന മാത്സ്, അതൊക്കെയാണ്. ബയോളജി, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്ട്സൊക്കെയാണ് ഞാൻ ആക്ച്വലി ക്ലാസ്സസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം കൂടുതലും കണ്ടുകൊണ്ടിരുന്ന ബയോളജിയാണ്. കാരണം ഞാൻ ഓൺ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അതിന് ട്യൂഷനൊന്നും പോകുന്നില്ല, തന്നെത്താനാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിലത്തെയും എനിക്കെല്ലാം ഒന്നും അധികം മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ബയോളജി ക്ലാസ്സസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എക്സാമിനാണ്. അത് ആക്ച്വലി നല്ലതായിരുന്നു. എന്നെ നന്നായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. ബയോളജിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് തന്നെ ആ മിസ്സിൻ്റെ ക്ലാസ്സസ് കണ്ടിട്ടാണ്. നമ്മൾ എന്തോരം ക്ലാസ് അറ്റൻഡ് ചെയ്തു, എന്തോരം ട്യൂഷന് പോയി, നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ തന്നെത്താനെ ഇരുന്ന് വർക്ക് ചെയ്യുമോ അതിലാണ് കാര്യം. പിന്നെ ചുമ്മാ കാണാപ്പാഠം പഠിച്ചു പോകുന്നതിന് പകരം നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് നമ്മൾ കണ്ടുപിടിച്ച് അത് ഫോളോ അപ്പ് ചെയ്യുക. പൊമറോഡോ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ചൂടെ നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പഠിക്കാൻ ഇന്ന ടൈം, മോർണിംഗ് ആണ് ബെസ്റ്റ് ടൈം, ഈവനിങ് ആണ് ബെസ്റ്റ് ടൈം, അങ്ങനൊന്നുമില്ല. നമുക്ക് ഏത് ടൈമാണോ ഉറക്കം വരാതെ നമുക്ക്
പഠിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ ബാച്ചിലെ മെയിൻ തിങ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ഒപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്തത് എക്വിപ്പ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. സോ അതിനകത്താണെങ്കിൽ എല്ലാ വിഷയത്തിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഞാൻ എക്സാമിൻ്റെ സമയത്തൊക്കെ ഒരുപാട് എല്ലാ ചാപ്റ്ററിൻ്റെയും മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എക്സാമിന് കുറേയൊക്കെ എനിക്ക് ചോദിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുമുണ്ട്. പിന്നെ ഈ SCERTയുടെ തന്നെ അവരുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, സെറ്റ് ABC. ആ 3 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാമിനൊക്കെ എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ SCERT തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർ റിവിഷൻ എടുക്കുക. ജസ്റ്റ് കാണാത്ത പഠിച്ചിട്ട് കാര്യമില്ല. ഒരു 1 to 2 വീക്ക് വരെയെങ്കിലും ബയോളജി, പിന്നെ കെമിസ്ട്രിയിലെ ചില കാര്യങ്ങൾ, ആൻഡ് സോഷ്യൽ, ഈ സബ്ജക്ട്സിനൊക്കെ പറയുന്നത് മാക്സിമം നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 1 to 2 വീക്ക് വരെയെങ്കിലും നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അത് റിവൈസ് ചെയ്യണം. ഫിസിക്സ് ഇതെന്നൊക്കെ പറയുന്നത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മ കിട്ടും. അല്ലാതെ ആദ്യം ഒരു വട്ടം പഠിച്ചിട്ട് പിന്നെ അത് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഭയങ്കര വേസ്റ്റായിട്ട് തോന്നും. പിന്നെ SSLC എന്ന് പറയുന്ന അധികം പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമേ ഇല്ല. ഒട്ടും സ്ട്രെസ്ഡ് ആവാതെ അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫുൾ A+ മേടിക്കാൻ പറ്റും. പിന്നെ ഈ ലാംഗ്വേജസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു 3 to 4 ടൈംസ് മാക്സിമം നമ്മൾ ടെക്സ്റ്റ് ബുക്സ് വായിച്ചിരിക്കണം. മലയാളം എന്നൊക്കെ പറയുന്നത് 3 to 4 ടൈംസ് കമ്പൽസറി ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്സ് വായിച്ചിരിക്കണം. അത് എക്സാമിൻ്റെ തലേന്നല്ല, നേരത്തെ തൊട്ട് തന്നെ വായിച്ചു പോകണം. ഓരോ ലൈൻസ്, ഈ പോയം ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും പോയത്തിൻ്റെ ഓരോ ലൈൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലായിരിക്കണം. സ്റ്റോറീസൊക്കെ ആണെങ്കിൽ ആ സ്റ്റോറിയുടെ സമ്മറി നമുക്ക് മനസ്സിലായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ പോയത്തിൻ്റെ അപ്രിസിയേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ 5 മാർക്കിന് ചോദിക്കും. ഒരു അപ്രിസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെക്കേഷനെ പഠിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗ്രാമറാണ്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിനകത്താണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ടു പാസീവ് വോയിസ്, ഫ്രേസൽ വെർബ്, ഇതെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രാമറിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കുക. ഗ്രാമറിൽ പൊതുവെ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഫ്രേസൽ വെർബ് കുറേയൊക്കെ മാക്സിമം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയൊക്കെ. പിന്നെ അതുപോലെ തന്നെ നോട്ടീസ് ഫോർമാറ്റ്, ഈവൻ്റ് ഇൻവിറ്റേഷൻ്റെ ഫോർമാറ്റ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ഫോർമാറ്റിനൊക്കെ പോയിൻ്റ് ഉള്ളതാണ്. സോ അതൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ നോക്കുക. പിന്നെ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇംഗ്ലീഷൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതലും നമുക്ക് മാർക്ക് പോകുന്നതെന്ന് പറയുന്നത് ഈ ഗ്രാമർ പോർഷൻസിലൊക്കെയാണ്. സോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മലയാളത്തിലാണെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് നമ്മൾ എഴുതി നോക്കുക. എഴുതാതെ നമ്മുടെ ഭാഷ തന്നെ ശരിയാവത്തില്ല. അപ്പം മലയാളത്തിനൊക്കെ കൂടുതലും എനിക്ക് A+ ആദ്യം ഓൺ എക്സാമിന്, ക്രിസ്മസ് എക്സാമിനൊക്കെ A+ പൊയ്ക്കൊണ്ടിരുന്നത് മലയാളം ഫസ്റ്റിനായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കി ഞാനിത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാണ് A+ ആക്കിയത്. സോ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്
ജസ്റ്റ് വായിച്ച് പോകുന്നതിന് പകരം നമ്മളത് എഴുതി നോക്കുക. അപ്പം നമ്മളുടെ ഭാഷ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിലൂടെ നമുക്ക് എന്താണോ നമ്മുടെ തെറ്റ് തിരുത്താൻ പറ്റും, നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് ലാംഗ്വേജ് ശരിയാവണമെന്നുണ്ടെങ്കിൽ എഴുതി നോക്കണം. എഴുതി വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെത്താൻ എഴുതി കഴിയുമ്പം അതിനകത്ത് എന്തൊക്കെയാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാവും. അത് നമ്മളുടെ ഫ്ലുവൻസിയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും. എക്സാമിന് നമുക്ക് കൂടുതൽ നന്നായിട്ട് എഴുതാൻ പറ്റും നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് സ്കോർ ചെയ്യാൻ. കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യം അറിയാം. പിന്നെ അത്യാവശ്യം ഭാഷയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം ഫസ്റ്റിനെ അപേക്ഷിച്ച് മലയാളം സെക്കൻഡിനകത്താണെങ്കിൽ നമ്മൾ ഒരു പാരഗ്രാഫിനെ 3 പാരഗ്രാഫായിട്ട് തിരിക്കുക. പിന്നെ ചിലപ്പം പോസ്റ്ററിന് അങ്ങനെ ചില ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ നമ്മൾ വലിച്ചു വാരി എഴുതുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കുറച്ച് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും മലയാളം സെക്കൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് A+ സ്കോർ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. മലയാളം ഫസ്റ്റിലാണെങ്കിൽ ഫുള്ളും എസ്സേസ് ആണ് കൂടുതൽ എഴുതാൻ വരുന്നത്. പിന്നെ നമ്മൾ മാർക്കിനനുസരിച്ച് മാത്രം എഴുതുക. അത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒത്തിരി ഒന്നും വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. മാർക്ക് എത്രയാണോ അതിനെത്ര എഴുതണമെന്ന് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത്രയും മാത്രം എഴുതിയാൽ മതി. ഒത്തിരി 3-4 പേജ് ഒന്നും 5 മാർക്കിന് എഴുതേണ്ട ഒരാവശ്യമില്ല. അതിപ്പോൾ മലയാളത്തിനാണേലും ഇംഗ്ലീഷിലാണേലും അങ്ങനെ മാർക്ക് അനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. പിന്നെ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാതെ നമുക്ക് ഒട്ടും A+ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. സോ അങ്ങനെ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിച്ച് A+ മേടിക്കാൻ പറ്റത്തുള്ളൂ. കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓൺ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ കിളി പറന്നു പോകും. അതുപോലെയാണ് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ്. നമ്മൾ വിചാരിക്കാത്തടത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കെമിസ്ട്രി ആണെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതിൻ്റെ അത്യാവശ്യം നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വലിയ പാടൊന്നുമല്ല, കുറച്ച് കൺഫ്യൂസിങ് ആണ്. എങ്കിലും അത് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്താണെങ്കിൽ പീരിയോഡിക് ടേബിൾ ഒരു സിങ്ക് വരെ പഠിച്ചാൽ മതി. സിങ്ക് വരെ ഉള്ളതിൻ്റെ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അത് ഓർഡർ അല്ലാതെ ഇന്നോർഡറായിട്ട് എവിടുന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച് വയ്ക്കുക. പിന്നെ കെമിസ്ട്രി നമ്മൾ കൂടുതലും കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഞാൻ കൂടുതലും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സാമിനറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. സോ എനിക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. നിങ്ങൾക്കും എക്സാമിനറിൻ്റെ ക്ലാസ് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നത് അത് റെഫർ ചെയ്യുക. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്ന രീതിയല്ല നിങ്ങളുടെ രീതി. സോ ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് പഠിക്കുക. പിന്നെ ഫിസിക്സും ഈ പറയുന്ന പോലെയാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഓൾ അബൌട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ഹിന്ദി എന്ന് പറയുന്ന അത്യാവശ്യം ലാംഗ്വേജ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പിന്നെ കുറച്ച് ഹിന്ദിയുടെ ഗ്രാമേഴ്സൊക്കെ മനസ്സിലാക്കുക. പിന്നെ അത്യാവശ്യമെങ്കിലും വായിച്ചാൽ ഹിന്ദി മനസ്സിലാക്കാൻ പഠിക്കുക. വായിച്ചാൽ ഹിന്ദി മനസ്സിലാവണമെങ്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒരു 2 to 3 ടൈംസ് വായിച്ചാൽ മതി. എല്ലാ ചാപ്റ്ററും ഒരു 2 to 3 ടൈംസ് എങ്കിലും മിനിമം ഓർ മാക്സിമം നമ്മൾ വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പാരഗ്രാഫ് ബേസ് ആണ് വരുന്നത്. സോ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കുക. അതാണ് ഹിന്ദിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വേ, ഈസി വേ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ മാത്സിലാണെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ എക്വിപ്പ് SCRT തന്നെ തരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ ശനി ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ഇത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൈറ്റിൻ്റെ. അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിനകത്ത് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഓരോ ചാപ്റ്റർ ബേസ് കിട്ടും. A+ൻ്റെ കിട്ടും. D+ ബാച്ചിന് എങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ളത് കിട്ടും. ഒട്ടും പഠിക്കാത്ത D+ ബാച്ചിന് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് കിട്ടും.
നമ്മളിപ്പോൾ എ ആണെന്നെങ്കിൽ A+ എന്നുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കുറേ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത് കിട്ടും, നോട്ട്സ് കിട്ടും. അതൊക്കെ ഷെനി ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഒരു സൈറ്റിനകത്ത് കിട്ടും. സോ ഞാൻ ആ സൈറ്റ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വല്ലതും കൊടുത്തേക്കാം. സോ അതൊക്കെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാത്സിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മാത്സിലാണെങ്കിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ഒരു അറ്റ്ലീസ്റ്റ് 30 വരെയെങ്കിലും നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അതും ഓർഡറായിട്ട് പഠിക്കരുത്. ഇടയ്ക്ക് വെച്ച് നമ്മളിപ്പം 27 സ്ക്വയർ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റണം. അങ്ങനെല്ലാം മിക്കവാറും ഒരു സ്ക്വയർ തന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ചേക്കണം. അതായത് ഇനി ചാപ്റ്റേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് ഉണ്ട്. ഡയറക്റ്റ് നമ്മളോട് ഇങ്ങനെ ചോദിക്കത്തില്ല, നമുക്ക് സ്ക്വയർ റൂട്ടോ അവർ തരത്തില്ല. നമ്മൾ തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതണം, എങ്കിലേ നമുക്ക് ബാക്കി പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു 30 വരെ ഉള്ളതിൻ്റെങ്കിലും 30 വരെ ഉള്ള നമ്പേഴ്സിൻ്റെങ്കിലും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ മാത്സിൻ്റെ അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ വിഷയത്തിൻ്റെയും 9ാം ക്ലാസ്സിലും 8ലും ഒക്കെ ചെറിയതായിട്ടെങ്കിലും മൂളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് A+ കിട്ടും, A+ മേടിക്കാൻ പറ്റും. ഇല്ല അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് വേണ്ടി വർക്ക് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഓൾ അബൌട്ട് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ SSLC എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമോ ഒട്ടും A+ സ്കോർ ചെയ്യാൻ പറ്റാത്ത കാര്യമോ ഒന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ നിന്ന് ഈ വർഷത്തെ ബാച്ചിൽ ഒരുപാട് ഭയങ്കരമായിട്ട് ഫുൾ A+ എന്നുള്ളത് കുറഞ്ഞു. അതൊന്നും കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മൾക്ക് ഒരു ട്യൂഷൻ, അതായത് ഈ SSLCക്കൊക്കെ 3-4 ട്യൂഷന് പോകുന്നവരുണ്ട്. ഓൺലൈനായിട്ടൊരു ട്യൂഷൻ, ഓഫ്ലൈനായിട്ടൊരു ട്യൂഷൻ, പ്രൈവറ്റായിട്ട് 3 ട്യൂഷൻ. അതിൻ്റെ ഒന്നും ഒരു കാര്യവും ഇല്ല. ട്യൂഷൻ സെൻറ്റേഴ്സിലൊന്നും പോകണമെന്ന് ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് ട്യൂഷൻ സെൻറ്റർ വർക്കായില്ല. അതുപോലെ നിങ്ങൾക്ക് വർക്കാവാതിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവും, നിങ്ങൾക്ക് വർക്കാവാതെ ഇരിക്കാം. എൻ്റെ ഒരു ഇതിൽ എനിക്ക് ട്യൂഷൻ സെൻറ്റർ വർക്കാവത്തില്ല. ഞാൻ അങ്ങനെ ഒരു പേഴ്സണാണ്. എനിക്ക് കൂടുതൽ തന്നെത്താനെ കുറേ അവേഴ്സ് വർക്ക് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ ആരോടും നിർബന്ധിക്കത്തില്ല. ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോകത്തില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നത്. എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. അതിൽ എനിക്ക് യൂസ്ഫുൾ ആയത് പ്രൈവറ്റ് ട്യൂഷന് പോയപ്പോഴാണ്. ഞാൻ ആക്ച്വലി കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 3 വിഷയത്തിന് മാത്രം പ്രൈവറ്റ് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് വിഷയമാണോ പാടായിട്ട് തോന്നുന്നത് ആ വിഷയത്തിന് മാത്രം പ്രൈവറ്റ് ട്യൂഷന് പോവുക. വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ റെഫർ ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ട്യൂഷൻ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ മാത്സിന് പോകാം. ബാക്കിയൊക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാസ്സസ് കിട്ടും. മാക്സിമം ആദ്യം നമ്മുടെ സ്റ്റാർട്ടിൽ ഒരു 1 to 2 അവർ, പിന്നെ ഒരു ഓൺ എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓൺ എക്സാം അടുക്കുന്ന അത്യാവശ്യം പോർഷൻസ് ഒക്കെ എടുത്ത് തീരുന്ന സമയത്ത് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം ഒരു 5 hour എങ്കിലും 5 hour a day എങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കുക. ഒരു മാക്സിമം ഒരു മിനിമം എന്ന് പറയുന്നത് 5 hours ആണ് നമ്മൾ ഒരു ഡേയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ അവേഴ്സിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ 5 hour ചുമ്മാ കാണാതെ പഠിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് അത് ചോദിച്ചിട്ട് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തതിൽ ഒരു ബെനിഫിറ്റും ഇല്ല നമുക്ക്. സോ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മൾ ഏത് രീതിയിൽ നമ്മൾ പഠിക്കുന്നു എന്നൊക്കെ ഉള്ളതിലാണ് കാര്യം. അപ്പോൾ എനിക്കെൻ്റെ SSLCയിൽ ഞാൻ മനസ്സിലാക്കിയ എനിക്ക് മാറ്റണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ മേ ബി നിങ്ങൾക്കിതൊക്കെ യൂസ്ഫുൾ ആയേക്കാം. ഒരുപാട് പേര് ഞാൻ വരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എൻ്റെ SSLCയിൽ. ന്യൂ ടെക്സ്റ്റ് ബുക്സ്, ന്യൂ എക്സാം പാറ്റേൺസ് ഒക്കെ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റക്കായിപ്പോയി. ഒരിടത്ത് തന്നെ സ്റ്റക്കായിപ്പോയി ഭയങ്കര ടെൻസ്ഡ് ആൻഡ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുകയൊക്കെ ചെയ്തു. സോ സ്ട്രെസ് ആവുന്നതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് SSLC. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് SSLC എന്ന് പറഞ്ഞ് വിടാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല.
സോ വിഷ് യു ഓൾ എ വെരി ഗുഡ് ലക്ക്. സോ ബൈ.